ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണേ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്തിയിട്ടുള്ളത് എറണാകുളത്താണ് കേട്ടോ. പക്ഷെ അന്നൊന്നും വീഡിയോ എടുക്കണം എന്നുള്ള ബോധമുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴേക്കും ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കുറഞ്ഞു. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. പൊതുവെ ഞങ്ങൾ ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരല്ല, സാരി മാത്രം പോയി ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുക്കാറുള്ളൂ. കാരണം സാരിക്ക് ടെക്സ്റ്റൈൽസിലാണ് കളക്ഷൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി ഡ്രസ്സുകൾക്ക് എനിക്കാണെങ്കിൽ കളക്ഷനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ സാരി എടുക്കാനാണ് വന്നത്. സാരി എടുത്തപ്പോൾ കുറച്ച് ഫാൻസി ഐറ്റംസും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ, എസ് ഭാരതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് ഗുഡ്, എല്ലാം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആ സാരിയൊക്കെ എടുത്ത് ഏട്ടനുള്ള സെലക്ട് ചെയ്യണം കേട്ടോ. സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ പരിപാടിക്കൊന്നുമല്ല, ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സാരി എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇച്ചനെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വന്നത് ദൈവമേ, എന്നും വേഗം പോയാൽ മതി എന്ന് വിചാരിക്കും. കാരണം ഇവനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുക. ഇവിടെ നിൽക്കുന്ന ആൾ പിന്നെ നോക്കിയാൽ ചിലപ്പോൾ അങ്ങ് അപ്പുറത്ത് എവിടെയായിരിക്കും നിൽക്കുന്ന ആൾ. അവൻ്റെ പുറകെ ഓടാൻ ആവില്ല. അപ്പോൾ തോന്നും ഡ്രസ്സൊന്നും എടുക്കേണ്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഈ ഷോപ്പിംഗ് ആണ്. പക്ഷേ ഇവനെ കൊണ്ടുപോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടി ഷോപ്പിംഗ് തന്നെ. ഏട്ടൻ്റെയൊക്കെ സെലക്ട് ചെയ്തതാ. ഇനി ഇസുൻ്റെ ഉള്ളത് സെലക്ട് ചെയ്യാനുണ്ടോ? പക്ഷേ അവനുള്ളതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വളരെ കളക്ഷൻസ് കുറവായിരുന്നു. ഞങ്ങൾ അവനുള്ളതൊക്കെ അവനുള്ള കിഡ്സ് ഷോപ്പിൽ പോയിട്ട് തന്നെയാണ് വാങ്ങാറുള്ളത്. അല്ലെങ്കിൽ ലുലു മാളിൽ പോയിട്ട് വാങ്ങാമായിരുന്നു. ഇപ്പം അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിയതാ. ഇറങ്ങി കഴിഞ്ഞപ്പം ഏട്ടന് ഗ്രീൻ പീസ് കഴിക്കണമെന്നൊരു മോഹം. ഇടയ്ക്ക് ഇങ്ങനെ ഒരു മോഹങ്ങൾ വരുമ്പം അന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ സമ്മതിക്കും. അങ്ങനെ ഗ്രീൻ പീസ് വാങ്ങാൻ പോയതാണ് രണ്ടെണ്ണം കൂടി. വയനാട്ടിൽ വന്നിട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയൊരു കാര്യം ഇവിടുത്തെ തട്ടുകടയിലെ ഫുഡുകളാണ് കേട്ടോ. ഓപ്ഷൻസ് കുറവാണെങ്കിലും തട്ടുകടകൾ കുറവാണ്. പക്ഷേ വാങ്ങുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരു ഹോംലി ഫീല് തോന്നാറുണ്ട്. പക്ഷേ എറണാകുളത്ത് നമ്മൾ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫുഡുകൾ വളരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ഫ്രണ്ടാണ്. ശരിക്കും ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ ഉള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.